ഹലോ എവരി വൺ. പുഴയോരത്തിരുന്ന് ചോറുണ്ണാനുള്ള കൊതി കൊണ്ട് പോവുകയാണ് കേട്ടോ. ബദിയെടുക്ക ചേട്ടാടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കുടുംബൂർ പുഴ എന്ന് പറയുന്നൊരു പുഴയുണ്ട്. അവിടെയാണ് സ്ഥലം. സൂക്ഷിച്ചേ. അമ്മ വേണമെങ്കിൽ അത് ഇവിടെ വെച്ചു, ഇവിടെ ഇങ്ങനെ ഇറക്കി വെച്ചു കണ്ണാടി. അങ്ങനെ അവസാനം ഞങ്ങൾ ഇരുന്ന് ചോറ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടുപിടിച്ചു. കാലൊക്കെ വെള്ളത്തിലിട്ട് പുഴയിലെ കല്ലിലിരുന്ന് ചോറുണ്ണാനാണ് പ്ലാൻ. ക്യാമറയാണെങ്കിൽ ഒരു കമ്പി കുത്തി വെച്ചേക്കാണ്. ക്യാമറ വീഴുമോ ഞാൻ വീഴുമോ എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ അവസാനം വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഇരിക്കാനുള്ള ശ്രമത്തിലാണ്. എൻ്റെ കാലൊക്കെ നീര് വെച്ചതുകൊണ്ട് എനിക്ക് കല്ലിൽ കല്ലിലോട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ നില ഉറപ്പിച്ച് പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തിലാട്ടോ. അവർക്കിതൊക്കെ ഒരു പുതിയ രസമുള്ള കാര്യങ്ങളല്ലേ, ഇങ്ങനെ പുഴയോരത്തിരുന്ന് പുഴയുടെ നടുക്ക് ഇരുന്ന് കഴിക്കുക. പിന്നെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഇങ്ങനെ ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് കഴിഞ്ഞ തവണ ഞങ്ങൾ മൂന്നാറിലേക്ക് പോയി. നല്ല രസമായിരുന്നു മൂന്നാറിലേക്ക് പോയത്. പക്ഷെ ഭയങ്കരമായിട്ട് ടയർഡായിപ്പോയി. ഈ പ്രാവശ്യം ഞങ്ങൾ അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ അവിടെയൊക്കെ പോയി ഹാപ്പി ആവുക എന്നുള്ള തീരുമാനത്തിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളങ്ങനെ കണ്ണൂർ ജില്ല വിട്ട് ഞങ്ങൾ പോയില്ല ഈ തവണ. അങ്ങനെ എല്ലാവർക്കും ചോറൊക്കെ വാരിക്കൊടുത്ത് ഞങ്ങളിങ്ങനെ കഴിക്കുകയാണ്. അമ്മൂനും അപ്പൂനും ഒക്കെ ചോറ് വാരിക്കൊടുത്തു. അപ്പച്ചനും ഒരു വാരിക്കൊടുത്തു. അപ്പച്ചൻ എനിക്കും തന്നു. അതൊക്കെ ഒരു രസമുള്ള കാര്യമല്ലേ, ഇങ്ങനെ വന്നിരുന്ന് കഴിക്കുന്നതൊക്കെ. ഇടയ്ക്ക് ഞങ്ങളുടെ വായിൽ നിന്നും കയ്യിൽ നിന്നൊക്കെ താഴെ പോകുന്ന ചെറിയ ചെറിയ ചോറിൻ്റെ കഷ്ണമൊക്കെ തിന്നാനിങ്ങനെ മീനൊക്കെ വന്ന് ഇരിപ്പുണ്ട്. മീനൊക്കെ കലയിലൊക്കെ ഇങ്ങനെ കൊത്തി കൊത്തി കളിക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അപ്പൂക്കുട്ടൻ കാലൊക്കെ എടുത്ത് കല്ലിൻ്റെ മുകളിലോട്ട് വെക്കും. രസമായിരുന്നു. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. പാലത്തിൻ്റെ മുകളിൽ കൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഇരുന്നിട്ടാണ് ഞങ്ങളുടെ ഫുഡടി. ഈ സ്ഥലം വളരെ അടിപൊളിയൊരു സ്ഥലമാണ്. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. മലകളുടെ ഇടയിലൂടെ ഒഴുകുന്ന ഒരു പുഴയാണ് കൊടുമ്പൂർ പുഴ. ഇപ്പോൾ ഈ കല്ലൊക്കെ കാണുന്നത് വേനൽക്കാലം ആയതുകൊണ്ടാട്ടോ. എന്നാലും വെള്ളമൊക്കെ ഉണ്ട്. ഇതിൻ്റെ തൊട്ട് മുകളിലൊരു ഡാമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പം അധികം വെള്ളമൊന്നും ഇല്ലാത്തത്. പെട്ടെന്നാണ് അവർ കുളിക്കാനുള്ള പ്ലാനൊക്കെ ഇട്ടത്. തോർത്തൊന്നും എടുത്തിട്ടില്ലാത്തത് കൊണ്ട് കുളിക്കണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു, കുളിക്കാൻ ഇറങ്ങണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ അതൊക്കെ ഇവരുമെല്ലാം കേൾക്കുമോ? ഇപ്പം ന്യൂസിലാൻഡിലിരുന്ന് ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുമ്പോൾ അപ്പൂനെയും അമ്മൂനെയും പിന്നെ ഇതുപോലെയുള്ള ചില ചില പരിപാടികളൊക്കെയാണ് മിസ് ചെയ്യുന്നത്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അതേ വൈബിൽ കട്ടയ്ക്ക് നിൽക്കും ഇവരുടെ കൂടെ ഇങ്ങനെ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ വീണ്ടും ഞങ്ങൾ കുട്ടികളായ പോലെയൊക്കെ തോന്നും. ഇതാ കിടക്കുന്നു അപ്പനും മക്കൾ. അവരോടുണ്ടോ വേണ്ടെന്ന് പറഞ്ഞാൽ
വേണ്ടെന്ന് വെക്കുന്നു. അപ്പനും കൊള്ളാം, മക്കളും കൊള്ളാം. എല്ലാവരും ഉടുപ്പൊക്കെ അഴിച്ച് വെച്ച് അങ്ങനെ തോട്ടിലേക്ക് ഇറങ്ങി. വലിയധികം നീന്താനൊന്നും അറിയാത്തത് കൊണ്ട് ആഴത്തിലോട്ടൊന്നും പോകണ്ട, കല്ലിൻ്റെ ഇടയ്ക്കൊക്കെയുള്ള സ്ഥലത്ത് കുളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അവരവിടെ മാത്രമേ കുളിച്ചുള്ളൂ. അങ്ങനെ ഫുഡടിയും വിശാലമായിട്ടുള്ള കുളിയും എല്ലാം കഴിഞ്ഞ് ഈ മനോഹരമായുള്ള സ്ഥലത്തോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പതുക്കെ തിരിച്ചു പോരാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതാ മുന്നിൽ ഓടിയിട്ടുണ്ട്. ഞങ്ങളിവിടുന്ന് പാത്രമൊക്കെ കഴുകി പതുക്കെ എല്ലാ സാധനങ്ങളും തിരിച്ചെടുത്ത് പോവാനുള്ള പരിപാടിയാണ്. ഇതൊരു നല്ലൊരു അടിപൊളി അനുഭവമായിരുന്നു. എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.